ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവരോട് സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടി പെരുമാറാൻ നിങ്ങൾക്ക് സാധിക്കും. അതുമാത്രമല്ല, നിങ്ങളെ കൂടി ഒന്ന് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നൊരു മെസ്സേജ് കൂടി ഇതിലുണ്ട്. നിങ്ങൾ ഒന്നുകിൽ ഹീലർമാരോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാർക്ക് ഈ ഒരു സമയം വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. നല്ല എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. നിങ്ങളുടെ എനർജി ലെവൽ നിങ്ങൾക്ക് സ്റ്റഡി ആയിട്ട് വയ്ക്കാൻ സാധിക്കും എന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നും കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണെന്നും നിങ്ങൾക്കുള്ള ന്യൂനതകൾ എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പ്രോസസ്സ് ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ സെൽഫ് ടോക്കൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെയും ഹീൽ ചെയ്യാനും അതിനുള്ള സമയം നിങ്ങൾ കണ്ടെത്തുക. നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നതിനോടൊപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കരുണയും സ്നേഹവും ഒക്കെ ചെയ്യണം എന്നാണ്. നിങ്ങളെ സന്തോഷിപ്പിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിന് മൂല്യം നൽകണം എന്നാണ്. നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് കൂടെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ടൊന്നും തന്നെ ചെയ്തു കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കെയർ ചെയ്യണം എന്നാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ മറ്റാരും ചെയ്തു തരില്ല എന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. അപ്പോൾ സെൽഫ് കെയർ വേണം എന്നാണ് ഇതിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തതിനുള്ള ആ ഒരു കർമ്മഫലം ഈ ഒരു സമയം ലഭിക്കുന്നു എന്നാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തത് സത്യമാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ആ ഒരു സത്യം തെളിയുമെന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് നമ്മുടേതായ ശരികളാണ്. അതുപോലെ സത്യമെന്ന് പറയുന്നൊരു കാര്യം വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളിലെ ആ ഒരു സത്യം ഇവിടെ തെളിയിക്കപ്പെടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളിൽ സത്യമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്ത് ഒരു നീതി യൂണിവേഴ്സ് നടപ്പാക്കുന്നത്. ഇവിടെ നിങ്ങളാണ് വിജയിച്ചിരിക്കുന്നത്. നിങ്ങൾക്കാണ് നീതി കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അതുമാത്രമല്ല, പാസ്റ്റിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരും അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കിയവരും നിങ്ങളെ അവഗണിച്ചവരും ഒക്കെ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ വന്ന് തലകുനിച്ച് നിൽക്കുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. അപ്പോൾ നിങ്ങളെ മറ്റുള്ളവരും അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. നിങ്ങളുടെ സത്യം അംഗീകരിക്കാൻ മറ്റുള്ളവരും നിർബന്ധിതരാകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കണം എന്നാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻസ്, നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി കുറേയധികം കാര്യങ്ങൾ ഇൻഡ്യൂഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ശരിക്കും നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു ട്രൂ ഡിസയർ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല. ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ സോൾ പർപ്പസ് അതാണ് ഇതാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് സമയം കളയുന്നുണ്ടാവാം. പക്ഷേ അതൊന്നുമല്ല. നിങ്ങളുടെ യഥാർത്ഥ സോൾ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഈ ഒരു സമയം നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ പോലെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ കൂടുതലായും മെഡിറ്റേറ്റ് ചെയ്യണം എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ മെഡിറ്റേഷനൊക്കെ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ അത്തരത്തിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സൽ വിസ്ഡം എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു സമയം നന്നായിട്ട് പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ ഈ ഒരു സമയം നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യം അത് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫീലിങ്സായിട്ട് നിങ്ങളത് കാണാതിരിക്കുക. ഈ സമയം നിങ്ങളിൽ വരുന്ന തോന്നലുകളെ നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് വളരെ ഇൻറ്റ്യൂട്ടീവായിട്ടുള്ളൊരു ആളാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക. എപ്പോഴും അത് ഡൗട്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തോ ഒക്കെ ആ ഒരു മൂമെൻറ്റിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു കാര്യം അത് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോകണം, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ഒരു ഗൈഡൻസ് ആണ്. അത് നിങ്ങൾ സ്വീകരിക്കുക. ആ ഗൈഡൻസ് നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സ് നേരിട്ട് കണക്റ്റ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെയും അടുത്ത് പോകേണ്ടതില്ല എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ വളരെയധികം സന്തോഷമായിട്ടും സുരക്ഷിതമായിട്ടുമൊക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ്. അത്തരത്തിലിരിക്കാൻ പറ്റുന്ന ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ ചില ആളുകൾ ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും എന്നാണ് കാണുന്നത്. അതിപ്പോൾ വിവാഹമാകാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നടത്തുന്ന മറ്റേതെങ്കിലും മതപരമായ ചടങ്ങുകളാവാം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒത്തുകൂടി നിങ്ങൾ വളരെ സേഫായിട്ടും സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക തന്നെ വേണം. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക എന്നാണ്. പിന്നെ ഇവിടെ ഹാങ്ഡ് മാൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയം വേറൊരു രീതിയിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇത്രയും കാലം കണ്ടതുപോലെയല്ല. നിങ്ങൾ ചില കാര്യത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിവ് വരുന്നു എന്നുള്ളതാണ്. പുതിയൊരു വീക്ഷണത്തിലൂടെ മറ്റൊരു കാര്യത്തെ കാണാൻ തുടങ്ങുന്നു എന്നാണ്. പിന്നെ
നിങ്ങൾക്കൊരു പുതിയ പ്രകാശം വന്നതുപോലൊക്കെ തോന്നും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് സ്പിരിച്വലായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ട്. ചില തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ വിചാരിക്കാത്ത ഒരു കാര്യമാവാം. അതായത് അങ്ങനൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന്, അതായത് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ യുണീക്കാണ് എന്ന് തിരിച്ചറിയുക. കാരണം നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർക്ക് കിട്ടുന്ന അറ്റൻഷൻ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കും. അത് ഫിസിക്കൽ അപ്പിയറൻസിലായാലും അല്ലെങ്കിൽ ചിന്തകളിലായാലും ഒക്കെ നമ്മൾ വേറൊരാളിനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ യുണീക്കാണ്, നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. നമ്മളുടെ കഴിവുകളിൽ നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി നമ്മളെ നമ്മളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സമയം വേറെങ്ങുമില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എത്ര ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ആയിരുന്നാലും ഈ സമയം ആ ഒരു ടെൻഷനൊക്കെ നിങ്ങൾ മറന്ന് വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അതുപോലെ വരുന്നതെല്ലാം വന്നോട്ടെ എന്നൊരു ധൈര്യം നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് വളരെയധികം ടെൻഷൻ അടിച്ച് വിഷമിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് വെപ്രാളപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ വരേണ്ടതാണ്, ഇതിനൊരു അല്ലെങ്കിൽ ഇതിൽ നിന്ന് എനിക്കൊരു എക്സ്പീരിയൻസ് കിട്ടി, ഇത് കടന്നു പോകട്ടെ എന്ന് വളരെ ശാന്തമായിട്ട് നിങ്ങൾ ആലോചിക്കുന്ന ഒരു സമയമാണ്. കാരണം മറ്റുള്ളവരെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ച പോലെ അല്ല മറ്റുള്ള ആൾക്കാർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം അത് അറിഞ്ഞത് നന്നായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ മറ്റുള്ളവരോട് സഹാനുഭൂതിയും സ്നേഹവും ഒക്കെ തോന്നുന്നുവെന്നും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു നഷ്ടബോധത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. കുറച്ച് ആൾക്കാർ പൈസയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യത്തിൽ കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞു പോയ ഒരു വാതിൽ ഇവിടെ തുറക്കുന്നതിനുള്ളൊരു കാത്തിരിപ്പ് ഇതിലുണ്ട്. കുറച്ച് ആൾക്കാർ എന്തോ ഒരു കാര്യം വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. അത് പൈസയായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കാം. അപ്പോൾ നഷ്ടപ്പെട്ടു പോയൊരു കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇവിടെ മറ്റു ചില ആൾക്കാർക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും കാണുന്നുണ്ട്. അത് പൈസ സംബന്ധമാകാം. അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയും ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ചില ആൾക്കാർ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് പ്രയോറിറ്റിയും ഒക്കെ തരുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ എന്താണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നു എന്നും കാണുന്നുണ്ട്. ചില ആൾക്കാരിൽ പാസ്റ്റിൽ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന കുറേ ചലഞ്ചസ് ഒക്കെ എൻഡായി, നിങ്ങളത് എൻഡാക്കി മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് അതിൽ വീണ്ടും ഒരു റീയൂണിയൻ ഒക്കെ ഉണ്ടാകുന്നു എന്നും പറയാം. അപ്പോൾ പാസ്റ്റിൽ അത് കാർമിക് കണക്ഷൻ ആയിരുന്നുവെങ്കിൽ ആ ഒരു കാർമിക് കണക്ഷനൊക്കെ എൻഡാക്കി നിങ്ങളത് വീണ്ടും ഒരു യൂണിയൻ അതിലുണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വാല്യൂ തരികയും ഒക്കെ ചെയ്യുന്ന ബന്ധങ്ങളിൽ മാത്രം നിങ്ങൾ നിലനിൽക്കണമെന്നും അങ്ങനെയല്ലാത്ത ബന്ധങ്ങൾ നിങ്ങൾ വിട്ടുകളയണം എന്നുമാണ് ഡിവൈൻ ഈ സമയം നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത് എന്ന് കാണുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക്
കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായിരിക്കും. അത്തരത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ സക്സസ് ഉണ്ടാകും എന്നാണ് കാണുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം കുറേ നന്മകൾ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം ഒരു സേവിങ്സ് ഉണ്ടാകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുമെന്നാണ് കാണുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും അതിൽ നിന്നൊക്കെ ഒരു പ്രോഫിറ്റ് കിട്ടും എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റീസെൻ്റ്ലി നിങ്ങൾ തുടങ്ങിയ കാര്യത്തിന് അതിനൊരു ഫലം വരുന്നു എന്നും കാണുന്നുണ്ട്. പിന്നെ ഇതിൽ നിങ്ങളുടെ ജീവിതത്തിലെ 2 കാര്യങ്ങളെ വളരെ ഭംഗിയായി ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. 2 സിറ്റുവേഷൻസ് അത് വളരെ സുന്ദരമായിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നാണ്. ഒരുപക്ഷെ പാസ്റ്റിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ 2 സാഹചര്യങ്ങൾ ഒന്നിച്ച് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരിക്കാം. പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു 2 സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു സമയം നിങ്ങൾക്കുള്ളത് എന്നാണ്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾ വളരെ കൂളായിരിക്കും എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഹയർഫൻറ്റിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഈ സമയം കിട്ടുന്നു എന്നാണ്. നിങ്ങൾക്ക് സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ പോകുന്ന ഒരു എനർജി ഇതിലുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഒരു പ്രസൻസ് ഒക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ സമയം നിങ്ങളുടെ പിതൃക്കളിൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നു എന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പിതൃക്കളെ കൂടി ഈ ഒരു സമയം ഒന്ന് സ്മരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ 3 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിലൊരു ട്രാവൽ കാണുന്നുണ്ട്. ഈ സമയം നിങ്ങൾ ചെറുതോ വലുതോ ആയ യാത്രകൾ ചെയ്തേക്കാം. ചില ആൾക്കാർ വേറൊരു രാജ്യത്തേക്കായിരിക്കാം നിങ്ങൾ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ അമ്പലത്തിലേക്കോ അങ്ങനെ തീർത്ഥാടന കേന്ദ്രത്തിലേക്കൊക്കെ നിങ്ങൾ പോകുന്നതാവാം. ചില ആൾക്കാർ ഇതിലൊരു ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിന് യാത്ര ചെയ്യുന്നതായിരിക്കാം. പിന്നെ നിങ്ങളുടെ വിഷൻ ക്ലിയർ ആകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഏസ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലുണ്ട് എന്നാണ്. ശരിക്കും നിങ്ങൾക്ക് ഒരു കാര്യം ഭാഗ്യം കൊണ്ട് തരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളിവിടെ വിഷമിച്ചിരിക്കുന്നുണ്ടാവാം, നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഇവിടെ മിസ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ആ ഒരു മിസ്സിങ് ആയിട്ടുള്ള പോയിന്റ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ്. നിങ്ങൾ എന്താണോ ഇല്ലയെന്ന് വിചാരിക്കുന്നത് ആ ഒരു കാര്യം ഈ സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. വളരെ ബോൾഡായിട്ട് നിങ്ങൾ ഇരിക്കാനാണ്. നിങ്ങൾ വിഷമിക്കാതെ ഇരിക്കുക, പിന്നെ ധൈര്യപൂർവ്വം ഇരിക്കുക എന്നാണ്. തീർച്ചയായും നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക, നെഗറ്റീവ് ആകാതെ ശുഭപ്രതീക്ഷയോടെ ഇരിക്കാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. തീർച്ചയായും ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ് എന്നാണ്. നിങ്ങൾ ലേസി ആയിട്ട് ഇരിക്കാതിരിക്കുക. ഈ സമയം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മടി കാണിക്കാതെ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണോ അത് നിങ്ങളോട് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, അത് പൈസ ആയിരിക്കാം, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടത്, ഒരു മെറ്റീരിയലിസ്റ്റിക്കായ എല്ലാ കാര്യങ്ങളും വേണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു നല്ല ഡ്രസ്സായിരിക്കാം,
നല്ല വീടോ നല്ല വാഹനമോ അങ്ങനെ എന്താണെങ്കിൽ പോലും അത് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാവാം. അപ്പോൾ കൂടുതൽ ആൾക്കാരും അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ കുറേ ആൾക്കാർ അതിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ പ്രയത്നിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പിന്നെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടാത്ത ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങളുടേതായ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഇത്. അതുമാത്രമല്ല, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അതൊക്കെ മറികടന്ന് ഒന്ന് സന്തോഷിക്കാൻ ശ്രമിക്കും. ഒരു പ്രൗഢിയോടെ നിങ്ങളിരിക്കുന്ന ഒരു എനർജിയാണ്. ഈ ഒരു ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് അങ്ങനത്തെ ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സമയമാണ്. കുറേ കാലം കൊണ്ട് പെൻഡിങ് ആയിരുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഈ ഒരു സമയം നിങ്ങൾ തുടങ്ങുന്നു എന്നാണ്. ചിലപ്പോൾ അത് ട്രാവൽ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു ട്രാവൽ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാവൽ ഈ സമയം നിങ്ങൾ നടത്തുന്നതാവാം. ചിലപ്പോൾ അത് നിങ്ങൾ അനൗൺസ് ചെയ്യുന്നതായും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നടക്കുന്നു എന്നാണ്. ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ശരിക്കും പെട്ടെന്നുള്ളൊരു പ്രോഗ്രസ്സാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രസ്സാണ് കാണുന്നത്. നിങ്ങൾ കുറച്ച് കാലം കൊണ്ടൊന്ന് സ്റ്റക്കായിരുന്നുവെങ്കിൽ, നിങ്ങളൊന്ന് എല്ലാ കാര്യങ്ങളിലും ഒന്ന് മടി പിടിച്ചിരുന്ന ഒരു അവസ്ഥയായിരുന്നു നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രോഗ്രസ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു സമയം വരുന്നുണ്ട്. അത് പൈസയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രമോഷനായിട്ടായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയൊരു റിലേഷൻഷിപ്പ് റീകണക്റ്റ് ചെയ്യുന്നതായിരിക്കാം. ശരിക്കും പോസിറ്റീവ് ചേഞ്ചാണ്. അതുകൊണ്ട് ഹാപ്പി ആയിട്ട് തന്നെ നിങ്ങളിരിക്കുക. കുറേ ആൾക്കാർക്ക് ട്രാവൽ ഉണ്ട്, ചിലപ്പോൾ അത് ഷോർട്ട് ജേണി ആയിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സമയമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആളുകൾ നിങ്ങളെ മത്സര ബുദ്ധിയോടെ നോക്കിക്കാണുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ അസൂയപ്പെടുന്ന ആളുകളുടെ ഒരു എനർജിയും നിങ്ങൾക്ക് ചുറ്റുമുള്ളതായി കാണുന്നുണ്ട്. നിങ്ങളോടൊപ്പം എത്താൻ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആവാം. അവർ ശരിക്കും മത്സരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധയോടെ ഇരിക്കുക. നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. വിജയം നിങ്ങൾക്കൊപ്പമാണ് എന്നാണ്. പിന്നെ ഇവിടെ 7 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ മറ്റുള്ളവർ എത്ര എതിർത്താലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമെന്നാണ്. നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്. മറ്റുള്ളവർ എതിർത്താലും നിങ്ങളാണ് ശരിയെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങളിവിടെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് അതിലൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. അപ്പോൾ വരുന്നത് വരട്ടെ എന്നൊരു ചിന്തയോടുകൂടി, വളരെ കോൺഫിഡൻസോടു കൂടി ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പുറപ്പെടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ വരും വരായികകളൊക്കെ അറിയാം എങ്കിൽ പോലും അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇവിടെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.